നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളൊരു വാർത്തയാണ് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നത്. ഇത്തരം വാർത്തകൾ വരുമ്പോൾ നമ്മുടെ സൊസൈറ്റിയിൽ ഇതിന് കൂടുതൽ സപ്പോർട്ടൊന്നും കിട്ടാറില്ല. പലപ്പോഴും ഇത്തരം വാർത്തകൾ ഫേക്ക് ആണെന്ന നരേറ്റീവുമുണ്ട്. അത് ചില ആളുകൾ സ്റ്റേജ് കെട്ടി പറഞ്ഞിട്ടുമുണ്ട്. ഇങ്ങനത്തെ കേസുകൾ എന്തുകൊണ്ടുണ്ടാകുന്നു എന്നറിയണമെങ്കിൽ ആദ്യം കൺസെന്റ് എന്താണെന്ന് അറിയണം. ഇത്തരം കേസുകളുടെ സോഷ്യോ പൊളിറ്റിക്കൽ സാഹചര്യം എന്താണെന്ന് അറിയണം. നമ്മുടെ ഈ പാട്രിയാർക്കൽ സൊസൈറ്റിയിൽ പലപ്പോഴും വിശുദ്ധമായി കാണുന്ന ഒന്നാണ് സ്ത്രീകളുടെ വിർജിനിറ്റി. അതിന് എത്ര നൂറ്റാണ്ട് മുമ്പോട്ട് പോയാലും ഒരു മാറ്റവും വരാൻ പോകുന്നില്ല എന്നതാണ് റിയാലിറ്റി. ജനിച്ചു വീഴുന്ന നാൾ മുതൽ മരിക്കുന്നത് വരെ ഇവിടുത്തെ സ്ത്രീകൾ കേൾക്കുന്നൊരു സാധനമാണ് അവരുടെ വിർജിനിറ്റി എന്തോ അമൂല്യമാണെന്ന്. എന്തിനേറെ പറയുന്നു, ഇവിടെ കുറേ ഊളകൾ നോ സീൽ നോ ഡീൽ എന്നും പറഞ്ഞിട്ട് തെരുവിലിറങ്ങിയ കാഴ്ചയും നമ്മൾ കണ്ടിട്ടുണ്ട്. ദിവസവും സോഷ്യൽ മീഡിയ എടുത്തു നോക്കിയാൽ വിർജിനിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു 10 വീഡിയോകളും നമുക്ക് കാണാൻ സാധിക്കും. സ്ത്രീകളെ പലരും വണ്ടികളുമായിട്ട് ഉപമിക്കുന്നത് പോലും ഈ കാരണത്താലാണ്. അങ്ങനെയുള്ളൊരു സൊസൈറ്റിയിൽ വളരുന്നൊരു പെൺകുട്ടിക്ക് ഏറ്റവും വലുത് അവളുടെ വിർജിനിറ്റി തന്നെയായിരിക്കും. അല്ലെങ്കിൽ ഈ സൊസൈറ്റി അവളെ അങ്ങനെ ചിന്തിപ്പിക്കും. അപ്പോൾ ഈ സൊസൈറ്റി ജീവിക്കുന്ന ദിവസവും സോഷ്യൽ മീഡിയയിലും തെരുവിലുമൊക്കെ ഇത് കാണുന്ന ഒരു സ്ത്രീ ചിലപ്പോൾ ഒരു റിലേഷൻഷിപ്പിൽ ഏർപ്പെടുന്നു എങ്കിൽ അവസാനം അത് വിവാഹത്തിൽ കലാശിക്കും എന്ന പ്രതീക്ഷയിൽ തന്നെയായിരിക്കും. അല്ലെങ്കിൽ അവളും യൂസ്ഡ് വാഹനങ്ങൾ എന്ന ലേബലിൽ അറിയപ്പെടുമെന്ന വ്യക്തമായ ബോധ്യം അവർക്കുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന സ്ത്രീകളിൽ നിന്ന് നിങ്ങൾ പിന്നെ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്? ഈ വിർജിനിറ്റി മിത്തൊക്കെ ബ്രേക്ക് ചെയ്തു എന്ന് പറയപ്പെടുന്ന സ്ത്രീകൾ വളരെ ചുരുക്കമാണ്. അതായത് പാട്രിയാർക്കി ക്രിയേറ്റ് ചെയ്ത വിർജിനിറ്റി മിത്തിൽ അകപ്പെട്ടു പോകുന്നത് അതിൻ്റെ ബെനഫിറ്റ് അനുഭവിക്കുന്ന ആളുകൾ തന്നെയാണെന്ന്. അടുത്തത് കൺസെന്റ് ആണ്. ഒരാളുമായി എന്ത് തരം ബന്ധമാണ് വേണ്ടതെന്ന് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. കാഷ്വൽ റിലേഷൻഷിപ്പ് ആണോ, ഫ്രണ്ട്സ് വിത്ത് ബെനഫിറ്റ്സ് ആണോ, അല്ലെങ്കിൽ സീരിയസ് റിലേഷൻഷിപ്പ് ആണോ എന്നത്. അല്ലാതെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ വേണ്ടി മാത്രം നിന്നെ എനിക്ക് ഇഷ്ടമാണ്, നിന്നെ ഞാൻ കെട്ടിക്കൊള്ളാം എന്നൊക്കെ പറയുന്നത് മാനിപ്പുലേറ്റഡ് കൺസെന്റ് ആണ്. കാഷ്വൽ ആണെന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് താല്പര്യമില്ല, അവർ ഒഴിവാക്കിയാലോ എന്ന് കരുതി ഇത് ട്രൈ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇനി റിലേഷൻഷിപ്പിലായി അതിൽ ഒത്തുപോകാൻ കഴിയുന്നില്ല എങ്കിൽ അതും വ്യക്തമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഇവിടെ പലയിടത്തും അത് നടക്കാറേയില്ല. ഇനി ഫേക്ക് കേസുകൾ ഉണ്ടാകുന്നില്ലേ? ഉണ്ട്. എല്ലാ നിയമങ്ങളും ദുരുപയോഗം ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. അതുകൊണ്ട് വരുന്ന എല്ലാ കേസുകളും ഫേക്കൊന്നുമായി മാറുന്നില്ല. ഒരു ബന്ധത്തിൽ തുടരാൻ കഴിയില്ലെങ്കിൽ അതിൽ നിന്ന് പുറത്തേക്ക് പോകാനുള്ള അവകാശം 2 പേർക്കും വേണം. ഒരു ബന്ധത്തിൽ നിന്ന് ആൺകുട്ടി പുറത്തു പോകുമ്പോൾ ഫേക്ക് കേസ് കൊടുത്ത് അകപ്പെടുത്തുന്നേ എന്ന് പറയുന്നവർ, പക്ഷേ ഒരു പെൺകുട്ടി പുറത്തേക്ക് പോകുമ്പോൾ അവർക്ക് നേരെ ഉണ്ടാകുന്ന ആസിഡ് ആക്രമണവും പെട്രോൾ ഒഴിച്ച് കത്തിക്കലും സ്ലട്ട് ഷെയ്മിങ്ങും ഒക്കെ നൈസായിട്ട് അങ്ങ് മറന്നു പോകാറുണ്ട്.